നമ്മുടെ ഹൃദയത്തിൽ വേദന വരുത്തിയ പ്ലെയിൻ അപകടം, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരുടെ ബോഡി പോലും അവർക്ക് കിട്ടുന്നില്ല. ആ 280 ഭവനങ്ങൾ, ഏകദേശം 300 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. പ്ലെയിനകത്തുള്ളവരും ഈ പ്ലെയിനിൽ നിന്ന് വീണത് ഒരു കോളേജിൻ്റെ മുകളിലായിരുന്നു. അവിടുത്തെ കുട്ടികളും നിരപരാധികളായിരുന്നു. അവരൊന്നും അറിയുന്നത്, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച് ടി വിയിൽ കണ്ടതാണ്. അവരും മരണപ്പെട്ടു. വളരെ വളരെ ഞാൻ ചിന്തിക്കുന്ന അവരുടെയൊക്കെ ഭവനങ്ങളിലുള്ള ആ ദുഃഖം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. വളരെ പ്രതീക്ഷകളോടെ പഠിക്കാൻ പോയവരും നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നവരൊക്കെ ഈ അപകടങ്ങൾ മരണപ്പെടുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനകളാണ്. നമുക്ക് അവരെ ഓർത്ത് ഹൃദയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. സ്തോത്രം. ഈ വചനത്തിൽ നിന്നും 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വേഗത്തിൽ ഇരിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നു. 121 സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ഓരോ സങ്കീർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ഓരോ സങ്കീർത്തനങ്ങൾ എടുക്കുമ്പോഴും ഈടറ്റ അനുഭവങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ഭക്തന്മാർ അങ്ങനെ തന്നെ പറയുന്നത്. സ്തോത്രം. ഇന്ന് 121 വായിക്കുമ്പോൾ ഇത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ദിവസം അടുത്ത സങ്കീർത്തനം വായിക്കുമ്പോൾ 21 മറ്റു ശ്രേഷ്ഠമാണെന്ന് നമ്മൾ പറയും. ഒന്നൊന്നിനോട് ശ്രേഷ്ഠമായിരിക്കുകയാണ്. ഇതിനകത്ത് ഓരോ വാക്കുകളും നമുക്ക് ആശ്വാസം വരുന്നതാണ്. ഞാൻ ഇന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്ന ചിന്ത ഇസ്രായേലിൻ്റെ പരിപാലകൻ. ഇസ്രായേലിൻ്റെ പരിപാലകനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ചെറിയ നിമിഷം കൊണ്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തെ പരിപാലിച്ച വിധം നമ്മൾ ഈ സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ ദൈവം ഇവരെ കരുതിയ വിധങ്ങൾ. അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. കണ്ടോ, ദൈവത്തിൻ്റെ ഒന്നാമത്തെ, ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവത്തിന്റെ ഒന്നാമത്തെ അനുഭവം, ദൈവം നിനക്ക് തണലായി നിൽക്കുന്നു. ചൂടേറിയ മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം അവർക്ക് തണലായി നിൽക്കുവാനിടയാണ്. നമ്മളും ചൂടേറിയ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു തണല് ദൈവം നമുക്ക് തരുവാനിടയാകും. ഒരു വലിയ ആശ്വാസം ദൈവം നമുക്ക് തരുവാനിടയാകും. ഇസ്രായേൽ ജനം ചുട്ടുപഴുത്തു മരുഭൂമിയിൽ കൂടെ പോകുമ്പോഴും അവരാശ്രയിച്ച ഇസ്രായേലിന്റെ പരിപാലകൻ അവർക്ക് തണല് കൊടുക്കുവാൻ വരാം. നമ്മളൊക്കെ വളരെ നടന്നും ക്ഷീണിച്ചും ഭാരപ്പെട്ടും വളരെ വളരെ അസ്വസ്ഥത പിടിക്കുമ്പോൾ, ചൂട് പിടിക്കുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് അതിന്റെ തണലിൽ നിന്ന് നമ്മൾ ആശ്വാസം പ്രാപിക്കുകയോ അല്ലെങ്കിൽ ഫാൻ്റെ കീഴിൽ നമ്മൾ തണലിൽ ആ കാറ്റടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിനും എന്നൊന്നില്ലാത്ത ആശ്വാസം ലഭിക്കാനിടയാണ്. ഈ തണുപ്പ് അക്ഷരികമായ തണുപ്പാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ ഈ ഫാന് കഴിയത്തില്ല. ഈ ഭൂമിയിലെ ഒരു കാറ്റിനും കഴിയത്തില്ല. അത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇസ്രായേലിന്റെ പരിപാലകൻ നമുക്ക് തണല് തരുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിന് തണുപ്പ് തരുന്ന ദൈവമാകയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടെ ആലയത്തിലേക്ക് കടന്നു വന്ന ദൈവജനമേ, നമ്മുടെ ചൂട് പിടിച്ചിരിക്കുന്ന, പ്രതികൂലമാകുന്ന ചൂട് പിടിച്ചിരിക്കുന്ന ഹൃദയത്തിന് തണല് തരുവാൻ കഴിവുള്ള കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നതിനാൽ ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയാണ്. എന്തെന്നാൽ മഴയുടെ പ്രതികൂലത്താൽ എല്ലാവർക്കും ഹല്ലേലൂയ കാറുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൈക്ക് യാത്രകൾ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി വന്നാൽ ഒരു തണല് ലഭിക്കും, ഒരു ആശ്വാസം ലഭിക്കും, ഒരു സമാധാനം ലഭിക്കും, ഒരു സന്തോഷം ലഭിക്കും. ഇസ്രായേലിന്റെ പരിപാലകൻ തണലിലേക്ക് തരുമെന്ന പ്രതീക്ഷയോടെ കടന്നു വന്ന ഹല്ലേലൂയ മാതാവേ, പിതാവേ, ഇന്ന് പകൽക്കാലം തമ്പുരാൻ തണല് തരുവാൻ, ആശ്വാസം തരുവാൻ, നിന്റെ ഹൃദയത്തിന് ആശ്വാസം തരുവാൻ എന്റെ കർത്താവ് ഹല്ലേലൂയ ആലയത്തിനകത്ത് കൂടാരത്തിനകത്ത് ഉലാവുന്നതിനായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്.
മഹത്വ സമ്പൂർണ്ണതയുടെ മഹാ തേജസ് വാരി ചുറ്റി മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു ഉലാവുന്നതാക കണ്ണ് തുറന്നു കണ്ട് ആരാധിക്കേണ്ടതിന് അകത്തു വ്യാപരിക്കുന്ന ദൈവശക്തിക്കൊത്തവണ്ണം കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ആശ്വാസം, ദൈവത്തിന്റെ പരിപാലകൻ നമ്മുടെ അരികിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവൻ നമ്മളെ വിട്ടിട്ട് ഓടിപ്പോകുന്നതല്ല. നമ്മുടെ ബന്ധുക്കളും ബന്ധുമിത്രാദികളും നമ്മുടെ സഹോദരങ്ങളൊക്കെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ചൂടേറിയ അനുഭവം വരുമ്പോൾ, മാറിപ്പോകുമ്പോൾ, പിന്നെ ഫോൺ പോലും എടുക്കാതിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ മാറിപ്പോകത്തില്ല. ഹൃദയത്തിൽ തടുപ്പ് തരുവാനിടയാകും. ഇതിന്റെ 7ാമത്തെ വാക്യം വായിച്ചാട്ടെ. നമ്മുടെ പ്രാണനെ പരിപാലിച്ച മഹാദൈവം ഐസിയുയിൽ കിടന്നപ്പോഴും പെട്ടെന്ന് ഒരു കത്തല് പോലെ നെഞ്ചിനകത്ത് വലതുഭാഗത്തും ഇടതുഭാഗത്തും, നമ്മളൊക്കെ പറയുന്ന പോലെ ഇടതുഭാഗത്ത് വരുമ്പോൾ പ്രതികൂലം കൂടുതലാണെന്ന് പറയുമ്പോൾ തന്നെ വലതുഭാഗമായിരുന്നാലും ഇടതുഭാഗമായിരുന്നാലും ഐസിയുയിൽ കിടക്കുമ്പോഴും നിങ്ങളുടെയും പ്രാണനെ പരിപാലിച്ച മഹാദൈവം, ഇസ്രായേലിന്റെ പരിപാലകന്റെ സന്നിധിയിലേക്ക് ഓടി വന്ന ദൈവമേ, ജനമേ, ഇസ്രായേൽ നമ്മളെ പരിപാലിപ്പാനിടയായി. സ്തോത്രം. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിച്ച് തീർന്നു പോകത്തില്ല. എന്നെയും നിങ്ങളെയും കൊണ്ട് ഇനിയും ചിലതൊക്കെ ചെയ്യുവാനുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ആ യോഹന്നാൻ തീർന്നു പോകണം. പത്മോസ് ദ്വീപിനകത്ത് ചെന്നാൽ അവിടെ തീരാത്തവരാരുമില്ല. എന്നാൽ ഞാൻ പറയുന്നു, വാഗ്ദത്തമുള്ളവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇനി വെളിപ്പാട് പുസ്തകം ഇനി എഴുതാതെ നിൽക്കുമ്പോൾ തന്നെ വാഗ്ദത്തമുള്ളവൻ ഏത് ഹല്ലേലൂയ പത്മോസ് ദ്വീപിനകത്ത് പോയാലും അവിടെ പരിപാലിക്കുന്ന ഒരു സ്വർഗമുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വാഗ്ദത്തമുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ നമ്മൾ തീർന്നു പോകുമെന്ന് ചിന്തിക്കുമ്പോഴും ഞാൻ ആത്മാവിൽ നിന്ന് പകൽക്കാലം പ്രവചന ദൂത് പോലെ പറയുന്നു, നിന്റെ മേൽ എന്റെ മേലുള്ള വാഗ്ദത്തം കാണാതെ കണ്ണടച്ച് തിരുമത്തില്ല. ദൈവം വാഗ്ദത്തം നമുക്ക് തരുവാനിടയാകും. മരുഭൂമിയിൽ കൂടെ ഇസ്രായേൽ നടത്തിയ ദൈവം അവന് പരിപാലകനായി നിൽക്കുകയാണ്. ഇവിടെ ഞാൻ തീരും എന്ന് ചിന്തിക്കുമ്പോഴും ഇല്ല, പരിപാലകൻ, ഇസ്രായേലിന്റെ പരിപാലകൻ ഇതാ നിന്റെ അരികിൽ നിൽക്കുകയാണ്. എന്നെങ്ങനെ ചോദിച്ചാൽ, നിന്റെ പ്രാണനെ, നിന്റെ ജീവനെ രക്ഷിപ്പാൻ വേണ്ടി നീ ജോലിക്ക് പോയപ്പോഴും, നീ ബൈക്കിൽ പോയപ്പോഴും, കാറിനകത്ത് പോയപ്പോഴും, പെട്ടെന്നൊരു ഹല്ലേലൂയ പേടി പോലെ വന്നപ്പോഴും ദൈവം ഹല്ലേലൂയ മാതാവേ, പിതാവേ, ദൈവഭക്തനെ നിങ്ങളെ പരിപാലിച്ചുവെങ്കിൽ സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. എന്തെന്നാൽ നമ്മുടെ പ്രാണനെയാണ് പരിപാലിപ്പാനിടയായത്, നമ്മുടെ ജീവനെയാണ് പരിപാലിപ്പാനിടയായി. ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ പ്രാണനെ രക്ഷിപ്പാനിടയായി. അപ്പോൾ നമ്മുടെ ചിന്ത ഇതാണ്, ഇസ്രായേലിന്റെ ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവം. ഇനി അതിന്റെ 3ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിന്റെ കാൽ വഴുതുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വേഗത്തിൽ രണ്ട് വാക്യം ഒന്ന് വായിച്ചിരണം. 73ാമത്തെ സങ്കീർത്തനത്തിൽ വേഗത്തിൽ വന്നാട്ടെ. സ്തോത്രം. 73ാം സങ്കീർത്തനത്തിന്റെ 3ാമത്തെ വാക്യം. സ്തോത്രം. അവർക്കൊട്ടും വേദനകൾ ഇല്ലല്ലോ. അതിന്റെ 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ തോന്നാനുള്ള കാരണം ആസാഫിന്, ആസാഫ് എന്ന് പറയുന്ന ദൈവം പറയുന്നു, ദുഷ്ടന്റെ ആ പുഷ്ടി ഉന്തി നിൽക്കുന്നതും, അവൻ തേജസ്സോടെ നിൽക്കുന്നതും, അവന്റെ സമ്പത്ത് വർദ്ധിക്കുന്നതും, അവൻ അനുഗ്രഹം വർദ്ധിക്കുന്നതും നോക്കിയിട്ട് ആസാഫ് എന്ന് പറയുന്ന ഭക്തൻ പറയുന്നു, എനിക്ക് അവരുടെ അസൂയ തോന്നി. എന്നാൽ യഹോവയായ ദൈവം പരിശുദ്ധ പറയുന്നു, ആസാഫേ, നീ ആലയത്തിനേക്കകത്തേക്ക് വാ, ഇവർക്ക് വരാൻ പോകുന്ന അവസാനം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇവരുടെ കണ്ണുകൾ പുഷ്ടികൊണ്ട് ഒന്തി നിൽക്കുന്നുണ്ട്. ഈ വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. സമ്പത്ത് വർദ്ധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവർക്ക് ഒരു കഷ്ടതയുമില്ല. മേൽക്കുമേൽ അവർ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഭക്തൻ പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും ഞാൻ എൻ്റെ കൈകളെ കഴുകിയതും ശുദ്ധീകരിച്ചതും വെറുതെ ആയി പോയല്ലേ എന്ന് പറഞ്ഞപ്പോൾ
ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആസാഫേ, നീ ആലയത്തിനകത്തേക്ക് വാ, ഇവർക്ക് ഈ ദുഷ്ടന്മാർക്ക് വരാൻ പോകുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. 17-ാമത്തെ വാക്യം. അതിന്റെ 18-ാമത്തെ വാക്യം. നിശ്ചയമായി, ഇതാ ആസാഫ് ഒരിക്കൽ പറഞ്ഞുകയാണ്, എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും ഞാൻ ഉപവസിച്ചതും ഞാൻ പ്രാർത്ഥിച്ചതും വെറുതെയാണ്. ഇതാ ദുഷ്ടന്മാർ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോ ദൈവം തമ്പുരാൻ പറയുന്നു, നീ ആലയത്തിനകത്തേക്ക് വാ, ഈ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം ഞാൻ നിനക്ക് കാണിച്ചു തരാം. ആ ഒരു വഴുവഴുപ്പിൽ നിൽക്കുകയാണ്. ദുഷ്ടന്മാർ ഏതു നിമിഷവും തെന്നി അഗാധത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആസാഫേ, ഞാൻ ദൈവം പറയുന്നു, നിന്നെ നിർത്തിയിരിക്കുന്നത് വഴുവഴുപ്പിലല്ല, പിന്നെയോ ദൈവത്തിന്റെ പാറയാകുന്ന ക്രിസ്തുവിൽ നിന്നെ നിർത്തി വെച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരനാകുന്ന 40-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തുവാനിടയായി. ദുഷ്ടന്മാരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഒന്തി നിൽക്കട്ടെ, അവരുടെ സമ്പത്ത് വർദ്ധിക്കട്ടെ, അവർക്ക് അനുഗ്രഹം വെളിപ്പെടട്ടെ. പക്ഷേ അവർ വഴുവഴുപ്പിൽ നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, തമ്പുരാൻ നമ്മളെ വഴുവഴുപ്പിൽ നിർത്താതെ കരുതിനായി സ്തോത്രം ചെയ്യുകയാണ്. ആ 72-ന്റെ 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. രണ്ടാമത്തെ വാക്യം, 73-ന്റെ 2-ാമത്തെ വാക്യം. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ വഴുതിപ്പോയി. എന്നാൽ ഈ 121-ാം സങ്കീർത്തനം വായിച്ചതുപോലെ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഇന്നു പകൽക്കാലം ഞാൻ പറയുന്നു, ദുഷ്ടന്മാർ പല പോലെ തളയ്ക്കട്ടെ, ഭാരപ്പെടേണ്ട. നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും നീ പ്രാർത്ഥിച്ചതും ആരാധിച്ചതും നഷ്ടമാണെന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലം പറയുന്നു, ഉപവസിച്ചതും ഹൃദയത്തെ ശുദ്ധീകരിച്ചതും നഷ്ടമല്ല. ദൈവം നിന്നെ പാറയാകുന്ന ക്രിസ്തുവിൽ നിർത്താൻ പോവുകയാണ്. ദുഷ്ടൻ വഴുവഴുപ്പിൽ നിൽക്കുമ്പോൾ ഏത് നിമിഷം തകർന്നു പോകാൻ സാധ്യതയുള്ളപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ഇല്ല, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്റെ കാൽ കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളുവാനിടയാകും. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഞാൻ പറയുകയാണ്, നമ്മളെ തകർത്തു കളയുവാൻ, നമ്മളെ ആഴത്തിലേക്ക് തള്ളിക്കളയുവാൻ പിശാചു നോക്കുമ്പോൾ ഭാരപ്പെടേണ്ട. ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. നാം നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേലാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ തമ്പുരാൻ നമ്മളെ നിർത്തി വെച്ചിരിക്കും. വഴുവഴുപ്പിലല്ല, ഉറപ്പുള്ള, ശക്തിയുള്ള, ബലമുള്ള കർത്താവിൽ നമ്മളെ നിർത്തിയിരിക്കുന്നു. കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നതും ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നഷ്ടമല്ല. ദുഷ്ടനെ നോക്കി അസൂയപ്പെടേണ്ട ആവശ്യമില്ല. അവന്റെ അവസാനം അവൻ ഏത് നിമിഷം വീണു പോകും. എന്നാൽ 121-ാമത്തെ സങ്കീർത്തനം പറയുന്നതിങ്ങനെയാണ്, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്നെ കാക്കുന്നവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. നമ്മുടെ ബസ് യാത്രകളിൽ, നമ്മുടെ ബൈക്ക് യാത്രകൾ, കാർ യാത്രകൾ, നമ്മൾ ജോലിക്ക് കടന്നു പോകുമ്പോഴൊക്കെ ദൈവം നമ്മളെ കരുതുവാനിടയാകും. ദൈവം നമ്മളെ കാല് കല്ലിൽ തട്ടി പോകാതെ ദൈവം നമ്മളെ സൂക്ഷിപ്പാൻ, ദൈവത്തിൻ്റെ ദൂതനാണ് നമ്മളെ സൂക്ഷിപ്പാനിടയായത്. ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ കരങ്ങളെ പിടിച്ചു നടത്തുവാനിടയായി. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നടന്നു പോകുന്ന പാതകളിൽ വലിയ വലിയ അപകടങ്ങൾ വരേണ്ട സ്ഥാനത്ത് ഞങ്ങളുടെ കരങ്ങളിൽ ദൈവത്തിൻ്റെ കരം, ദൂതൻ്റെ കരം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ കാലുകൾ വഴുതിപ്പോകാതെ സൂക്ഷിച്ചതിനായി സ്തോത്രം. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സങ്കീർത്തനങ്ങളാൽ ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുമാറാകണം. ആമേൻ. ഈ സങ്കീർത്തനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് ഇസ്രായേലിൻ്റെ പരിപാലകനായി, തണലായി, നമ്മുടെ കാലുകൾ വഴുതിപ്പോകാതെ ഇതുവരെ ദൈവം നടത്തി, ഇനി മേലാൽ നടത്തുന്നതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.